ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഗ്ലാസിൻ്റെ ടേബിളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ മനോഹരമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ചെയ്തെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്ന ടേബിൾ ഇതുപോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഗ്ലാസിൻ്റെ ടേബിളാണ്. പിന്നെ നമ്മളിത് എന്ത് വെച്ചിട്ടുണ്ടെങ്കിലും അപ്പോൾ അത് ഒരു ഭംഗിയില്ലേ വെച്ച് എന്തെങ്കിലും ഒരു വൃത്തി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ താഴെയുള്ള നമ്മുടെ കാലാണെങ്കിലും ഇനിയിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ എനിക്കൊക്കെ ആണെങ്കിൽ കാലൊക്കെ ഇങ്ങനെ താഴെ ഉണ്ടെങ്കിൽ താഴത്തുള്ളതൊക്കെ അതിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ മേലെ കൂടെ ഇങ്ങനെ കാണുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും എന്തെങ്കിലും ഒന്ന് ഇതിന് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഫാബ്രിക് പെയിൻ്റാണ് കൊടുത്തിരുന്നത് കേട്ടോ. അത് ബ്ലാക്ക് കളറുള്ള ഫാബ്രിക് പെയിൻ്റാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അന്ന് ഞാൻ ആ ഒരു ഡിസൈനൊക്കെ ചെയ്യുന്നത് എങ്ങനെ, അതിൻ്റെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ അത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബ്ലാക്ക് പെയിൻറ്റിൻ്റെ അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്നുകൊണ്ട് ഒന്നുകൊണ്ട് ചിരണ്ടി എടുത്തിട്ടൊന്ന് സോപ്പിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ഗ്ലാസ് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. നമുക്ക് ഇതിന്മേ പെയിൻറ്റ് കൊടുക്കാനുള്ളതല്ല. അപ്പം ഒന്ന് ആദ്യം ഒന്ന് ഇതുപോലെ അവിടെ ഇവിടെയുള്ളൊക്കെ ചെറിയതായിട്ടുള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചേരേണ്ടതിന് ശേഷം ഒന്നുകൊണ്ട് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പം അന്ന് പെയിൻറ്റ് കൊടുത്തത് നമുക്കൊരു യൂസ്ഫുൾ ആയില്ല കേട്ടോ. കാരണം കാണാൻ മോഞ്ചുണ്ടെങ്കിലും അത് പിന്നീട് അതൊക്കെ ആ പെയിൻറ്റൊക്കെ ഇളകി പോയിട്ട് അത് വലിയൊരു ഇതുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ പിന്നെ എടുക്കാനിത്. കാരണം നമുക്കത് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കുമായി ഷെയർ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു വീഡിയോ എടുക്കാനിത് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തുടച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ നല്ല ഉണങ്ങി കിട്ടണം. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് പെയിൻ്റ് അടിക്കുന്ന ഭാഗം തിരിച്ചിട്ടിട്ടാണ് അവിടെയാണ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ ആദ്യത്തെ സ്റ്റാൻഡ് സ്റ്റീലിൻ്റെ ആയിരുന്നു കേട്ടോ. അതൊരു 4 കാല് പോലെയായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്ക് അതിൻ്റെ സ്ക്രൂ ഒക്കെ അങ്ങനെ ഇളകിയിട്ട് ഇങ്ങനെ ലൂസായി ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ കിച്ചണിൽ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇതിൽ നിന്ന് ഈ ഗ്ലാസ് താഴെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സ്റ്റാൻഡിലത്തെ സ്ക്രൂ ഒക്കെ ലൂസായിട്ട് താഴെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡിൻ്റെ ആ ഭാഗത്തുള്ളൊരു വട്ടത്തിലുള്ളൊരു വലിയൊരു സ്ക്രൂ പോലത്തെ സാധനം കേട്ടോ. അത് അവിടെ നിന്ന് കിട്ടുന്നില്ല, ഈ ഒരു ഭാഗത്തുള്ള ഈ ബ്ലാക്ക്. അപ്പോൾ അത് പിന്നെ അവിടെ തന്നെ ഇരുന്നോട്ട് വെച്ചു. അങ്ങനത്തെ 4 ഉണ്ടായിരുന്നു. ഇത് 3 പോയി, ഈ ഒരെണ്ണം അവിടെ നിന്ന് കേട്ടോ. പിന്നീട് വീട്ടിൽ മരം ഉണ്ടായിരുന്നത് കൊണ്ട് അതായിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു കാല്. ഇപ്പോൾ കുഴപ്പമില്ല, കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഇത് ആദ്യം ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിന് മീതെ നമ്മൾ വേറെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ പുല്ല് പോലെ ആദ്യം ഒന്ന് ഇങ്ങനെ ഡിസൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടികളുടെ ഒരു ഐഡിയയിൽ അവർ ആദ്യം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഡിസൈനൊക്കെ ഇങ്ങനെ ആദ്യം ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. എന്നിട്ട് അപ്പോൾ അത് അനുസരിച്ചിട്ട് അവർ തന്നെയാണ് അതൊക്കെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ ഫാബ്രിക് പെയിൻറ്റ് തന്നെ ബ്ലാക്ക് എടുത്തിട്ട് ഇതുപോലെ പുല്ല് പോലെ അങ്ങനെ ചെറിയ രീതിയിൽ ഈ ഒരു ടേബിളിൻ്റെ ചുറ്റും നമ്മൾ ആദ്യം ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടേബിളിൻ്റെ അടിഭാഗത്താണ് ഇപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് തിരിച്ചിടുമ്പോൾ അത് ഈ ഒരു ചിത്രം വരച്ചതൊക്കെ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഈ ഗ്ലാസ് തിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം പെയിൻറ്റൊന്നും അറിയില്ല, അടിഭാഗത്താണ് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇടയിലൊക്കെ ഇതുപോലെ വലുതാക്കിയിട്ടും വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ടേബിള് ഇതുപോലെ അവർ മിന്നും പൊന്നും കൂടി തന്നെ കേട്ടോ വരച്ചിട്ട് പെയിൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 പേരും നന്നായിട്ട് തന്നെ ചിത്രമൊക്കെ വരക്കൂട്ടോ, മാഷാ അല്ലാഹ്. അപ്പോൾ അവർക്ക് അങ്ങനെ ചിത്രം വരക്കാനൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കണം പറഞ്ഞപ്പോൾ അവർ ആദ്യം ഒന്ന് ഏതാണ് കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്തിട്ടാണ് പിന്നീട് ആദ്യം ഒരു പുസ്തകത്തിൽ വരച്ചിട്ടാണ് പിന്നീടാണ് പിന്നെ ഇതുപോലെ ടേബിളിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു വരക്കലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലുള്ള ഭാഗത്തൊക്കെ കവർ ചെയ്യാത്ത ബ്ലാക്ക് പെയിൻറ്റ് കവർ ചെയ്യാത്ത ഭാഗത്തൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാൻ കേട്ടോ. പിന്നെ ചെറിയ യെല്ലോ പൂക്കൾ വരച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു തണ്ടിലൊക്കെ. അപ്പോൾ ആകെ ഇതിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ ഇതുപോലെ ഫാബ്രിക് പെയിൻറ്റ് 2 വാങ്ങിയിട്ടുള്ളൂ. ഒന്ന് യെല്ലോ ഒന്ന് ബ്ലാക്ക് കേട്ടോ. വേറെ പെയിൻറ്റുകളൊന്നും ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നില്ല.
അപ്പോൾ ആ തണ്ടിലൊക്കെ യെല്ലോ പൂക്കൾ എന്താ എല്ലായിടും വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ബ്രഷിന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ആ തെറിക്കുന്ന ആ ഒരു പെയിൻ്റൊക്കെ ഇതിലേക്ക് ഇങ്ങനെ ഡോട്ടായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതുപോലും ചെയ്യുന്നുണ്ട്. ഇനി യെല്ലോ പൂക്കളുടെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു കളർ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലാക്കും എല്ലാം കൂടി ഒന്നിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു ചാണകപ്പച്ച കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കളറാണ് ഇതിൻ്റെ ഇടയിലായിട്ട് ആ ഒരു യെല്ലോ പൂക്കളുടെ നടുവിലായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കൊടുത്തതിന് ശേഷം ഈ നല്ല രീതിയിൽ ഒന്ന് ഉണങ്ങി കിട്ടേണ്ട, നല്ല ഒന്ന് ഡ്രൈ ആവാൻ ശേഷം നമ്മൾ വൈറ്റ് പെയിൻറ്റ് അടിക്കുന്നത്. അപ്പോൾ മുന്നേ ഞാൻ ഇതാ ഈ ഒരു പെയിൻറ്റാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ റെഡ് പൂവും അതിന് തണ്ട് പച്ച കൊടുത്തിട്ടുള്ളത്, ഗ്രീന്, പിന്നെ ഇത് ബ്ലാക്ക് ഫാബ്രിക് പെയിൻറ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അടർന്ന് പോരാൻ തുടങ്ങി. നമ്മൾ വെള്ളമൊക്കെ നനയുന്ന സമയത്തൊക്കെ ഇങ്ങനെ അടർന്ന് പോരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അത് വലിയൊരു ഇതായില്ല, ഒരു മാസത്തോളമൊക്കെ പോയി, പിന്നെ അത് പോയിട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ സാധാരണ നമ്മൾ ചുമരിലൊക്കെ അടിക്കുന്ന പെയിൻറ്റില്ല, അത് വൈറ്റ് വാങ്ങിക്കണം, അത് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ വൈറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് എല്ലാം കൂടിയുള്ള ചിലവ് വന്നിട്ടുള്ളത് ഒരു 360-70 രൂപയൊക്കെയാണ് എല്ലാം കൂടിയുള്ള ഒരു ചിലവ് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്കിതിന് എല്ലാ ഈ പെയിൻറ്റും ഫാബ്രിക് പെയിൻറ്റും ഒക്കെ ആയിട്ടുള്ള പിന്നെ ബ്രഷും കാര്യങ്ങളും ഇവിടെ വീട്ടിലുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മളിതുപോലെ ചെറിയൊരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്പോഞ്ച് വെച്ചാണ് പെയിൻറ്റ് ഇതിന്മേൽ ചെയ്യുന്നത്. കാരണം നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഇതിന്മേൽ അടിക്കുകയാണെങ്കിൽ ആ ഒരു ബ്രഷിൻ്റെ ആ ഒരു അടയാളം അങ്ങനെ പുറത്തേക്ക് തന്നെ അറിയും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു സ്പോഞ്ച് ഇതിലിങ്ങനെ ഒന്ന് മുക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പെയിൻറ്റിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ, ഒരുപാടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ചെറിയ രീതിയിലുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവും, അത്ര തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല, നല്ല കട്ടിയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. പിന്നെ നമ്മൾ ഈ സ്പോഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം, തേച്ച് കൊടുക്കുക ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പെയിൻറ്റ് നല്ല രീതിയിൽ തന്നെ ആ ഒരു ടേബിളിൽ പിടിച്ച് കിട്ടും. അപ്പം നമ്മൾ ആദ്യം ഫാബ്രിക് പെയിൻ്റ് എല്ലാം പൂക്കളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ഉണങ്ങട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഈ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഈ പെയിൻറ്റിൻ്റെ കൂടെ തന്നെ ആ ഒരു കളറൊക്കെ ആയി വരും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്ലാക്കും യെല്ലോവും ഈ വൈറ്റൊക്കെ കൂടി മിക്സ് ആവും കേട്ടോ. അപ്പോൾ നല്ല ഉണങ്ങിയതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പെയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് തന്നെ ഒന്ന് കൊടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ ചെറിയ ടേബിൾ ആയതുകൊണ്ട് തന്നെ ഇത്ര പെയിൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇതിലും കുറഞ്ഞ അളവിൽ പെയിൻറ്റ് കിട്ടില്ലല്ലോ, നമ്മൾ ചുമരിലടിക്കുന്ന പെയിൻറ്റല്ല വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇവിടെ റൂമിലും പെയിൻറ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഈ ഇതുപോലത്തെ ഒരു ബോട്ടിൽ തന്നെ വാങ്ങിയത്, 1 ലിറ്ററിൻ്റെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ടേബിളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ടേബിളിൻ്റെ ഒരു മേലെ ഒരു വരകളും കുത്തൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പ്ലേറ്റ് ആണെങ്കിലും ഇല്ല കത്തിയോ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒന്ന് കട്ട് ചെയ്യലൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിമൊക്കെ നിറയെ വരകളുണ്ടാവും, അതിൻ്റെ ഇടയിലൊക്കെ നിറയെ ചളിയും ഉണ്ടാവും. അപ്പോൾ വൈറ്റ് പെയിൻ്റൊക്കെ അടിക്കുന്ന സമയത്ത് അത് നല്ല പുറത്തേക്ക് നല്ല തെളിഞ്ഞ് അറിയും. നമ്മൾ ഡാർക്ക് കളറാണെന്ന് വെച്ചെങ്കിൽ അത് അറിയില്ല, പക്ഷേ വൈറ്റൊക്കെ വെച്ചാൽ നല്ല അറിയും. ഇപ്പം എൻ്റെ ടേബിൾ നല്ല ഇപ്പോൾ ഒരു 10-13 വർഷത്തോളമായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ടേബിളാണ് കേട്ടോ കിച്ചണിൽ. അപ്പോൾ കിച്ചണിൽ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാറ്. അപ്പോൾ ഈ ടേബിൾ വെച്ച് നമ്മൾ ഫുഡ് കഴിക്കാറ്. അപ്പോൾ അത്രയും പഴക്കമുള്ള ഒരു ടേബിളാണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊക്കെ ആ ഒരു ചളി പുറത്തേക്ക് നല്ല കാണാനുണ്ടായിരുന്നു. പക്ഷേ വീഡിയോയിൽ അത്ര അറിയുന്നില്ല, എന്നാലും ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പഴക്കം നല്ല ചളിയുള്ള ഒരു ടേബിളാണെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ വൈറ്റ് കൊടുക്കണ്ട, ഡാർക്ക് കളർ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് വലിയൊരു അഴുക്കില്ല, എന്നാൽ ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ പിന്നീട് ക്ലോറക്സ് ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്തപ്പോൾ പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷമാണ് അപ്പോൾ ഞാൻ ആദ്യം സ്പോഞ്ച് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ഉണങ്ങിയിട്ട് ശേഷം അതിൻ്റെ മീതെ പിന്നെ ബ്രഷ് വെച്ചിട്ടാണ് പെയിൻറ്റ് അടിച്ചത് കേട്ടോ. പിന്നെ ബ്രഷ് വെച്ച് തേക്കുമ്പോൾ ആ ഒരു ബ്രഷിൻ്റെ അടയാളം അറിയില്ല. അപ്പോൾ ഒരു കോട്ടും കൂടി അടിക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി നല്ല രീതിയിൽ അതിൻ്റെ കട്ടിയിലാകുമ്പോൾ നല്ല പുറത്തേക്ക് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഈ സ്പോഞ്ച് വെച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ എവിടെയെങ്കിലും ചെറിയ ഗ്യാപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ലാവും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് ഉണങ്ങിയതിന് ശേഷം പിന്നെ ബ്രഷ് വെച്ചിട്ടും ഇതുപോലെ എല്ലായിടും നല്ല രീതിയിലൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല കവറായിട്ടുണ്ട് കേട്ടോ. ഇന്ന് പിറ്റേ ദിവസം ആണ് ഞാനിതാ രാവിലെ നീച്ചിട്ട് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാത്രിയാണ് ഈ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ച് വിട്ടിട്ട് ഇതിൻ്റെ ഒരു ഭംഗിയും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മാഷാ അല്ലാഹ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പെയിൻറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇതങ്ങനെ അടർന്ന് പോവുകയോ ഒന്നും ചെയ്യില്ല. നമുക്ക് കഴുകാനും സോപ്പിട്ട് കഴുകാനൊക്കെ പറ്റും ഈ ഒരു പെയിൻ്റ് ആകുമ്പോൾ. കാരണം ഇത് ഞാൻ ഉറപ്പിൽ പറയാൻ കാരണം തന്നെ ഞാനിവിടെ ഒരു 2 വർഷം മുന്നേ ഞാൻ 2-3 പോട്ടിൽ ഇതുപോലെ പെയിൻറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അതൊരു കുഴപ്പമില്ല. ഇടയ്ക്ക് ഞാൻ സോപ്പൊക്കെ ഇട്ട് കഴുകാറുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഏതൊക്കെ പോട്ടിലാണ് ഞാൻ ആ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയെന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ വൈറ്റ് പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിഭാഗത്തേക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊരു കത്തി വെച്ച് വന്നിട്ട് ചുരണ്ടി കളയാണ് കേട്ടോ. ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടപ്പൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പെയിൻറ്റ് അടിച്ച് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതുപോലെ നമ്മൾ ചുമരിൽ അടിക്കുന്ന പെയിൻറ്റ് ബാക്കി വന്നപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കിയതാണ് കേട്ടോ. ഇതൊരു ബോട്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ ബോട്ടിലൊരു ചെറിയ ഡിസൈൻ ഉള്ളതുകൊണ്ട് ഞാൻ വൈറ്റ് പെയിൻറ്റ് അടിച്ചപ്പോൾ നല്ല ഭംഗിയിട്ടാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിൻ്റെ അടപ്പിന് ഞാൻ പെയിൻറ്റ് അടിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നമ്മൾ പഞ്ചസാരയും ചായ പൊടിക്കണോണ്ട് അത് ഏതാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അടപ്പിന് പെയിൻറ്റ് അടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇതൊരു ഭരണിയാണ്. അപ്പോൾ ഇതിൻ്റെ മൂടി പൊട്ടിയത് കൊണ്ട് ഞാൻ അതിനും പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ 2 വർഷത്തോളമായിട്ട് യൂസ് ചെയ്യുന്ന ബോട്ടിൽസാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാനിത് സോപ്പൊക്കെ ഇട്ട് കഴുകി ക്ലീൻ ആക്കാറുണ്ട് കേട്ടോ. പെയിൻ്റൊന്നും പോവാറില്ല. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് ഒരു ടേബിളിൻ്റെ അടിയിലുള്ള ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്മേൽ ഞാനൊരു ഡബിൾ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ അങ്ങനെ കറക്റ്റായി നിൽക്കും. മറ്റേതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായി നീങ്ങാറൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. താഴെ വീഴൊന്നുമില്ല എന്നാലും തന്നെ. അപ്പോൾ ഞാനിത് പെയിൻറ്റ് അടിച്ചത് കൊണ്ട് തന്നെ ഞാനത് കറക്റ്റായിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുമല്ലോ. അതിന് വേണ്ടി ഞാനൊരു ഡബിൾ ടാപ്പാണ് ആദ്യം ഒട്ടിച്ച് കൊടുത്തത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മീതിയായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ ഒന്ന് ഈ ഒരു ഗ്ലാസിൻ്റെ ടേബിൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാഷാ അല്ലാഹ് നല്ല മൊഞ്ചായിട്ടുണ്ട്. എനിക്കിഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണ് ഷെയർ ചെയ്യാനും വീഡിയോ മാർക്ക് ചെയ്തിട്ട് ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും ബൈ.